വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിൽ നിർണായകമായത് ജനവികാരം. കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറും സോഷ്യൽ മീഡിയയെ നയിച്ചിരുന്ന നേതാവുമായ ഷാഫി പറമ്പിൽ വരെ ആ ജനവികാരത്തിന് ചൂടേറ്റു. വി.ഡി. സതീശൻ അനുകൂലികളെന്ന് പറയാൻ വിരലിലുണ്ടാവുന്ന നേതാക്കൾ മാത്രമുള്ള കണ്ണൂരിൽ വരെ ജനങ്ങൾ തെരുവിലിറങ്ങി. കൂടെ എന്ന് പറഞ്ഞ് തുടക്കം മുതൽ ഫർസിൻ മജീദിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു വി.ഡിക്ക് ഒപ്പമുണ്ടായിരുന്നത്. ജനവികാരം പ്ലസ് പാർട്ടി വികാരം ഈസ് ഈക്വൽ ടു പാർട്ടി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് മെയ് 7 ഫേസ്ബുക്കിൽ കുറിച്ച വാചകം ഇങ്ങനെയായിരുന്നു: 102 സീറ്റിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം UDFന് സമ്മാനിക്കുന്നതിൽ വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ഇടപെടൽ എത്രമാത്രം സഹായിച്ചു എന്ന് ആര് കണ്ടില്ലെങ്കിലും UDF അണികൾ കണ്ടു. പടനായകൻ ആര് എന്ന കാര്യത്തിലും അണികൾക്ക് സംശയമുണ്ടായിരുന്നില്ല. ആ വികാരം തന്നെയാണ് തെരുവിലേക്ക് പടർന്നതും. അത് ഇങ്ങ് കണ്ണൂരിൽ വരെ നമ്മൾ കണ്ടു. വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന വലിയ നേതാക്കളൊന്നും കണ്ണൂരിലില്ല. KC വേണുഗോപാൽ പക്ഷത്ത് തന്നെയായിരുന്നു നേതൃനിര. പക്ഷേ വി.ഡിയുടെ കാര്യത്തിൽ നേതാക്കളുടെ വാക്കുകൾക്ക് അണികൾ വില കൽപ്പിച്ചില്ല. നേതാക്കളെ ആകെ ഞെട്ടിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കോട്ടകളായ പേരാവൂരിലും ഇരിക്കൂറിലുമടക്കം അണികൾ രംഗത്തിറങ്ങി. കൂടെ എന്നു പറഞ്ഞ് തുടക്കം മുതൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് വി.ഡിക്കായി നിലകൊണ്ടിരുന്നു. AICCയുടെ പ്രഖ്യാപനം വന്നപ്പോൾ ആഹ്ലാദം പങ്കിടാൻ വി.ഡി. സതീശൻ ഫർസിൻ മജീദിനെ വിളിക്കുകയും ചെയ്തു. സാറേ, ജനാധിപത്യം ജയിച്ചു, പാർട്ടി ജയിച്ചു. ജനവികാരം ഉൾക്കൊള്ളണമെന്നാണ് തങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നതെന്നും അത് ഹൈക്കമാൻഡ് കേട്ടു എന്നും ഫർസിൻ മജീദ്. ഈ പാർട്ടിയുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഈ നാടിനകത്തെ ജനവികാരം മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്തു എന്നുള്ളതിന് ഈ ഹൈക്കമാൻഡിനോട് കണ്ണൂരിലെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിന് നന്ദി പറയുകയാണ്. 10 വർഷക്കാലത്തോളം ഈ നാടിനകത്ത് ഭരണം നടത്തിയ പിണറായി വിജയൻ ഈ നാടിനകത്തെ പാർട്ടി പ്രവർത്തകരെയും സാധാരണ ജനങ്ങളെയും ദ്രോഹിക്കുകയായിരുന്നു. ആ ദ്രോഹമൊന്നും ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിനകത്ത് ലഭിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനും ജനവികാരം കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ആ വികാരം കാണണമെന്ന് വിജിലും പറഞ്ഞപ്പോൾ നേതാക്കൾ ഒന്ന് ഞെട്ടി. പക്ഷേ കോൺഗ്രസ് അണികളുടെ വികാരത്തിൽ നിന്ന് മാറാൻ വിജിൽ മോഹനും കഴിഞ്ഞില്ല. ജനവികാരത്തിന്റെ വിജയം തന്നെയാണ് വി.ഡിയുടെ മുഖ്യമന്ത്രി പദമെന്ന് വിജിൽ മോഹനും പറഞ്ഞു. ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും വികാരമാണ് ഇവിടെ ഒരു UDFന്റെ ഒരു മുഖ്യമന്ത്രി വരണമെന്നുള്ളത്. ആ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാവണമെന്നുള്ളതും ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം ഇന്ന് നിറവേറ്റിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന് കേരള ജനത തന്ന അംഗീകാരം, അതാണ് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കോൺഗ്രസ് നേതൃനിരയെ ആകെ നിയന്ത്രിക്കുന്ന KC പക്ഷം കേരളത്തിൽ പാർട്ടി സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഷാഫി പറമ്പിൽ. അങ്ങനെ വൻനിര മറുഭാഗത്ത് നിൽക്കുമ്പോഴാണ് ജനവികാരത്തിനൊപ്പം ഗ്രൂപ്പുകളൊക്കെ മറന്ന് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും അണിനിരന്നത്. വി.ഡി. സതീശന് അഭിനന്ദനവുമായി ഷാഫി പറമ്പിൽ MP ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും അണികളുടെ പൊങ്കാലയായിരുന്നു. MLA മാരായ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തുടങ്ങിയവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് അടിയിലും അണികൾ എതിരഭിപ്രായങ്ങളുമായി രംഗത്തു വന്നു. നേതാക്കളെക്കാൾ UDFന്റെ അണികളുടെ മുഖ്യമന്ത്രിയായാണ് വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നത്. അതിൽ കണ്ണൂരിലെ അണികൾക്കുൾപ്പെടെ അഭിമാനിക്കുകയും ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.